ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഞങ്ങളെയൊക്കെ വിട്ടേക്ക്, ഇവിടെ നോക്ക്. ഇനി നീ അങ്ങോട്ട് കുടിക്കുന്നത് കള്ളല്ല. ആ ഗ്ലാസ് നിറയെ നിന്റെ ഭാര്യയുടെയും മകളുടെയും കണ്ണീരായിരിക്കും. ആരോട് കടം മേടിച്ചു? എന്ത് കള്ളത്തരം കാണിച്ച് എവിടെ നീ കാശൊപ്പിച്ചു? ഞാൻ ജോലി കാശുണ്ടെങ്കിൽ വിശ്വസിക്കുന്നില്ലേ? ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം നിങ്ങൾ കള്ളോയെ പറയൂ. നേരായ ഒരു കാര്യവും നിങ്ങൾ ചെയ്യില്ല. ചേട്ടാ, നമുക്കൊരു മോളുണ്ട്. അവള് വളർന്ന് വലുതാവുക. നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയ എങ്ങനെയാ ചേട്ടാ? നീ ഇപ്പൊ പൊട്ടുതെറിക്ക് ഞാൻ എന്ത് തെറ്റിയതു? നിങ്ങൾ നല്ലത് വല്ലതും ഇതുവരെ ചെയ്തിട്ടുണ്ടോ? നിങ്ങളോടൊപ്പം ഉള്ള ജീവിതം എനിക്ക് മടുത്തു. നിങ്ങൾ ഇങ്ങനെ പോയാ ഞാൻ കെട്ടി തൂങ്ങി ചാവും. ഒരു സ്വസ്ഥത തരില്ല. ചെറിയ വീടായതുകൊണ്ട് അകത്ത് നടന്ന വഴക്ക് അറിയാതെ കേട്ടു. ഇവഴി പോയപ്പോ കേട്ടുപോയതാ. ഒരുമിച്ച് താമസിക്കുമ്പോ മക്കളുടെ കുടുംബജീവിതം മാതാപിതാക്കളായി ഞങ്ങളും അറിഞ്ഞു പോവും. മകള് കരയുന്ന കാണുമ്പോ അമ്മയച്ഛനായ ഞങ്ങളും ഇടപെടും. അല്ലെങ്കിൽ ഭാര്യയും കുട്ടി മറ്റൊരു വീട്ടിൽ പോയി താമസിക്കണം. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? ചോദിക്കാൻ പലതുമുണ്ട്. അതിനുള്ള മുഖവരെ ഇപ്പൊ പറഞ്ഞത്. നിന്റെ വീടിന്റെ പണി ഇതുവരെ തീർന്നിട്ടില്ല. നീ ബിസിനസ് നടത്തി പൊളിഞ്ഞതിന്റെ കടം ഇതുവരെ വീട്ടിയിട്ടുമില്ല. അവള് ചോദിച്ചത് കാര്യമല്ലേ? ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അതിനുള്ള അവകാശം അവക്കില്ലേ? എടാ, നിനക്ക് കാശ് എവിടെ നിന്ന് കിട്ടി? പട്ടാപ്പകലിങ്ങനെ കള്ളുപിടിച്ച് നടക്കുന്നത് അന്തസ്സുള്ള ചെറുപ്പക്കാർക്ക് ചേർന്നാണോടാ? നീ ഒരച്ഛനാണെന്നുള്ള കാര്യം മറന്നു പോരുത്. ഇവള് കരയുന്നത് കാണുമ്പോഴേ പെടയുന്നത് ഞങ്ങളുടെ ചങ്ക. നിന്റെ മകളിങ്ങനെ കരയുന്നത് കാണുമ്പോ നിന്റെ മനസ്സ് പെടയില്ലേ? പക്ഷെ നിങ്ങളുടെ കുഞ്ഞ് കരയുന്നത് കണ്ട ഞങ്ങൾ ഒരിക്കൽ ചത്തുപോ. കാരണം അത് ഞങ്ങളുടെ കുഞ്ഞുമോള. എടാ, കുടിക്കാൻ കള്ള് ഗ്ലാസ് എടുക്കുമ്പോ നീ നിന്റെ മോളുടെ മുഖം ഒന്ന് ആലോചിക്കേ. നീ മനുഷ്യനാണെങ്കി പിന്നെ കുടിക്കില്ല. ഇപ്പൊ നീ കേട്ടതേ ഒരു പെറ്റമ്മയുടെ നൊമ്പര. ഇനി ഒരു വാക്ക് എന്റേത് കൂടി. ഞാനിവളുടെ അച്ഛനല്ലേ? എടാ, മദ്യപിച്ച് നടക്കുന്നവൻ സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നാണം കെടുത്തും. അങ്ങനെ അവൻ തന്നെ സമൂഹത്തിൽ ഒരു നാണക്കേടായിട്ട് മാറും. നീ കുടിച്ചു കുടിച്ചു ഒടുവില് കാശില്ലാതെ വരുമ്പോ സ്വന്തം ഭാര്യയുടെ കിഡ്നി വരെ എടുത്തു വിൽക്കും. എടാ, നീ ഞങ്ങളെയൊക്കെ വിട്ടേക്ക്, ഇവിടെ നോക്ക്. ഇനി നീ അങ്ങോട്ട് കുടിക്കുന്നത് കള്ളല്ല. ആ ഗ്ലാസ് നിറയെ നിന്റെ ഭാര്യയുടെയും മകളുടെയും കണ്ണീരായിരിക്കും. കമ്മീഷൻ എപ്പ കിട്ടും? കമ്മീഷൻ കിട്ടി. ഞാൻ അടുത്ത് വിഴുങ്ങി. ഭ്രാന്തെടുത്ത് നിൽക്കുമ്പോ മുമ്പോട്ട് വന്നാലുണ്ടല്ലോ ഞാനൊരു കാട്ടാനായി മാറും. കമ്മീഷൻ വിഴുങ്ങിയെന്നോ? ഈ ഭൂലോകം എടുത്ത് വിഴുങ്ങാതിരുന്നാ മതി.
ഓ, എന്ത് ടേസ്റ്റ് ഇവിടുത്തെ ഫുഡിന്. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും നല്ല ഫുഡ് കഴിച്ചിട്ടില്ല. അല്ല, മനസ്സിന് സമാധാനം ഇല്ലാതെ ഫുഡ് കഴിച്ചാലേ ഒരു ടേസ്റ്റും തോന്നുന്നില്ല. വാട്ടർ റിലീഫ് അല്ലേ മാഡം? അതെ, നല്ല സമാധാനം. എന്ത് നല്ല മുറിയാ രാജു ഇത്. ആ, കാമരാജൻ അറുകൊല വരാതെ നോക്കിയാ മതി. വന്ന കൊല്ലും ഞാൻ അങ്ങനെ. രാജു, ആ, നമ്മളന്ന് മയിലാടുംപാറ ബ്രിട്ടീഷ് ബംഗ്ലാവില് താമസിച്ചതിന് ശേഷം ഇന്ന് പുറത്തൊരു മുറിയിൽ ഉറങ്ങാൻ പോകുന്ന. ഇത് ബ്രിട്ടീഷ് ബംഗ്ലാവ് ഒന്നും അല്ലല്ലോ, മാഡത്തിന്റെ കോവിലോകമല്ലേ. രാജു കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് കൊട്ടാരം കുടിലൊക്കെ ഒരുപോലെയാ. ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ മാഡത്തെ പെണ്ണ് കാണാൻ വന്നതുപോലെ. പെണ്ണ് കാണലും ചെറുക്കം കാണലും ഒന്നും ഇല്ലാതെ നമ്മൾ ഒന്നായില്ലേ. എന്തെല്ലാം ടെൻഷൻസ്, എന്തെല്ലാം പ്രോബ്ലംസ്. എന്നിട്ടും ദൈവം നമ്മളെ കൈവിട്ടില്ലല്ലോ രാജു. രണ്ടുപേരെയും ഒരുമിച്ച് ചേർത്തില്ലേ. രാജു ഇല്ലാതെ ജീവിക്കണ്ട, മരിച്ചേക്കാന്ന് വരെ തീരുമാനം എടുത്തതാ. പക്ഷെ എല്ലാം ദൈവത്തിന്റെ ഒരു മാജിക്. മാഡത്തിന്റെ അമ്മയെ കണ്ടെത്തണം. പക്ഷേ എവിടെ ചെന്ന് കണ്ടെത്തും? രാജു, എന്താ സ്വപ്നം കാണുവാണോ? ഞാൻ ഇനി എന്ത് സ്വപ്നം കാണാനാ മാഡം? അതെ, ഞാനും സ്വപ്നം കാണല് നിർത്തി. എന്റെ സ്വപ്നമല്ലേ ദേ സത്യമായിട്ട് മുൻപേ ഇരിക്കുന്നേ. മക്കളെ, അമ്മമ്മേ, നിങ്ങൾ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറങ്ങാൻ നേരായില്ലല്ലോ അമ്മമ്മേ. ഇവിടെ നേരം സന്ധ്യയായ ഉറക്കത്തിന്റെ ഒരു മൂഡ് വരും. ഇരുട്ട് പറക്കുന്നതിന് മുന്നേ കോടമഞ്ഞും വീഴും. ആ, ശരിയാ, താനെ ഉറക്കം വരും. എന്നാ പിന്നെ നിങ്ങൾ ഉറങ്ങിക്കോ. പിന്നെ പ്രത്യേക ഒരു കാര്യം, പുറത്തു നിന്ന് മൃഗങ്ങളുടെ അലർച്ച കേട്ടാ നോക്കാനോ ഇറങ്ങാനോ പോണ്ട. അതിവിടെ സ്ഥിരം പതിവാ. അപ്പുറത്ത് തോട്ടം വരെ ആനയോ കാട്ടുപോത്തോ വരും. ഇങ്ങോട്ടൊന്നും അവയ്ക്ക് കേറാൻ പറ്റില്ല. മുറ്റത്ത് കാവൽക്കാരുണ്ട്. യാത്രാക്ഷീണമൊക്കെ ഉള്ളതല്ലേ, ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മമ്മ. ശരി.